സാറേ, UN പൊതുസഭയിൽ ഇസ്രായേലിനെതിരെ പലസ്തീൻ പ്രമേയം കൊണ്ടുവന്നു. അതായത് ഗാസയിൽ നിന്ന് 12 മാസത്തിനകം അടക്കമുള്ള പലസ്തീൻ പ്രദേശങ്ങളിൽ നിന്ന് പിൻവാങ്ങണം എന്നുള്ളതാണ് പ്രമേയം. ആ പ്രമേയം 124 അനുകൂല വോട്ടുകളോടെ പാസ്സാകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് നിന്ന് ഇന്ത്യ അടക്കം 42 രാജ്യങ്ങൾ വിട്ടുനിന്നിട്ടുണ്ട്. അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള രാജ്യങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തു. 12 രാജ്യങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തു. ഇന്ത്യ വിട്ടു നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ത്യ ആർക്കൊപ്പമാണെന്നുള്ള സൂചന അതിലൂടെ വ്യക്തമല്ലേ? അല്ലേ, അത് ഇസ്രായേലിനൊപ്പമാണ് ഇപ്പോൾ ഇന്ത്യയുടെ നിലപാട്. വിട്ടു നിൽക്കാന്ന് പറയുമ്പോൾ ആ ഒരു വിഷ്യുവിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ചാണ്. ഇപ്പോൾ അതൊരു നമ്മൾ നോക്കുമ്പോൾ വലിയ യുദ്ധം നടക്കുകയാണ്. ഈ യുദ്ധം നടക്കുന്ന സമയത്ത് പൊതുവെ ഇസ്രായേലിനെതിരെ ഒരു വികാരമുണ്ട്. എന്നാൽ യുവമാർ ചോദിച്ചു മേടിച്ചാലെന്നൊരു ഫീലും ഉണ്ട്. എങ്കിലും കനം മറ്റേ സൈഡിലായിരിക്കും. അപ്പോൾ വിട്ടു നിൽക്കുമ്പോൾ അത് നേരിട്ട് നമ്മൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്താൽ ഇസ്രായേലിന് എതിരുമല്ല എന്ന് പറയുമ്പോൾ ഇസ്രായേലിന് അനുകൂലമായ നിലപാടാണ്. അപ്പോൾ ഇത് സത്യത്തിൽ ഇന്ത്യനെ കൊണ്ട് ഈ നിലപാട് എടുപ്പിച്ച കുറേ അറബ് രാജ്യങ്ങൾ തന്നെയാണ്. അറബ് രാജ്യങ്ങൾ നമ്മൾ ഈ പലസ്തീൻ വിഷയത്തിൽ പൂർണ്ണമായ പിന്തുണ ഇസ്രായേലിന് കൊടുത്താണ്, പലസ്തീനിന് കൊടുത്താണ്. PLO ആ സമയത്ത് ഒരു തീവ്രവാദ പ്രസ്ഥാനം പോലെ തന്നെയായിരുന്നു. ഒരു വെടിവെച്ച് വന്നിട്ടൊക്കെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് പോയി നമ്മൾ സപ്പോർട്ട് ചെയ്തു. പിന്നാണ് അവർ ഭയപ്പെട്ടത്. ഫസ്റ്റ് ഇന്ത്യ പറഞ്ഞ സമയത്തൊക്കെ നല്ല ഫൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നിട്ടുണ്ട്. അപ്പം ആ സമയത്ത് ഇവർ ഈ പാകിസ്ഥാന്റെ ഇഷ്യൂ വരുമ്പോൾ, കാശ്മീരിന്റെ വിഷയം വരുമ്പോൾ അറബ് രാജ്യങ്ങളൊക്കെ നമുക്കെതിരെ വോട്ട് ചെയ്യും. അപ്പൊ ഇന്ത്യ വൺ സൈഡായിട്ട് ഇവരെങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കോൺഗ്രസ് കാലഘട്ടത്തിൽ. പിന്നെ വാജ്പേയിയുടെ സമയത്ത് RSS പണ്ടേ ഇസ്രായേലിന് അനുകൂല നിലപാടാണ്. അപ്പം വാജ്പേയി ഗവൺമെന്റ് സമയത്താണ് ആദ്യമായിട്ട് ഇന്ത്യ അനുകൂലമായിട്ട് ഒരു നിലപാട്, ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുത്തു തുടങ്ങിയത്. പിന്നെ നരസിംഹറാവു ഗവൺമെന്റ് ആ സ്ഥാനത്ത് ഇവിടെ എംബസി തുടങ്ങുകയും ചെയ്തു. നരസിംഹറാവു ഗവൺമെന്റ് എന്ന് വെച്ചാൽ RSS ഗവൺമെന്റ് ആണോ കോൺഗ്രസ് ഗവൺമെന്റ് ആണോ എന്നുള്ളത് കോൺഗ്രസ്സുകാർക്ക് തന്നെ സംശയമുള്ള ഗവൺമെന്റ്. പോളിസീസ് പലതും എടുത്തു നോക്കുമ്പോൾ ലിബറലൈസേഷൻ അതൊരു RSS മുമ്പേ പറഞ്ഞുകൊണ്ടിരുന്ന സാധനമാണ്. അമേരിക്കയുടെ കൂടെ പോകണം എന്നുള്ളത് ആ ഒരു ലൈൻ തുറന്നു കൊടുത്തത് നരസിംഹറാവു ആണ്. അപ്പൊ നരസിംഹ വാഗ്ദാന മഷീദ് പള്ളി തകർന്നു പോട്ടെ എന്ന് തന്നെയാണ് റാവു വിചാരിച്ചിരുന്നത് എന്ന് അദ്ദേഹമായിട്ട് അടുത്ത് ബന്ധമുള്ള പത്രപ്രവർത്തനം അടുത്തിടെ ചെയ്തിട്ടുണ്ടായി. അദ്ദേഹം കണ്ണടച്ചു കൊടുക്കുക. അദ്ദേഹം പറയുന്ന കാരണം വെച്ചാൽ ഇതോടുകൂടി ഈ പ്രശ്നം തീരട്ടെ എന്നുള്ളത്. ഇതിന്റെ പേരിൽ എത്ര കലാപങ്ങളാണ്. ഇൻ ബിറ്റ്വീൻ ഒരു 10-15 വർഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കലാപങ്ങളാണ് ഇതിന്റെ പേരുണ്ടാവുന്നത്. അപ്പൊ ആ കലാപങ്ങൾ തീരട്ടെ, പണ്ടാണ് ഒതുങ്ങട്ടെ എന്ന് അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പലരും അങ്ങേരെ ട്രൗസർ കോൺഗ്രസ് എന്നൊക്കെ വിളിക്കുന്നത്. നരസിംഹറാവൻ അയാൾ ബേസിക്കലി RSS എന്നു പറയും. അപ്പം ബേസിക്കലി RSS ആണോ അല്ലാതെ കോൺഗ്രസ്സുകാർ ബേസിക്കലി എനിക്കൊന്ന് ഇന്ത്യക്കാരിലൊരു ബേസിക്കലി നിങ്ങൾ ഏത് പാർട്ടിക്കാരനാണെങ്കിലും അത് EMS പോലുള്ള ആളുകളെ വേണമെങ്കിൽ നമുക്ക് മാറ്റി നിർത്താം. ബാക്കി നിങ്ങളൊരു എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഹിന്ദുക്കളിൽ ഒരു ഹിന്ദുവിനെ നമ്മൾ എടുത്തു നോക്കിയ ഒരു 70% RSS ഉണ്ട്. ഈ മനുഷ്യന്റെ കുരങ്ങനെ DNA തമ്മിൽ 1% ഡിഫറൻസ് ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ 80% RSS ഉണ്ട്. ക്രിസ്ത്യാനികൾ നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ കേരളത്തിന്റെ പ്രത്യേക കോണ്ടെക്സ്റ്റിൽ ക്രിസ്ത്യാനികളിൽ ഒരു 70% RSS ഉണ്ടോ? പിന്നെ ഈ ക്രിസ്ത്യാനികളുടെ ബേസിക് ശത്രു മുസ്ലിങ്ങളാണല്ലോ കേരളത്തിൽ ഇപ്പോൾ. കഴിഞ്ഞൊരു UDF രൂപം കൊണ്ടുവന്ന സമയത്ത് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും പൊതുശത്രു ഹിന്ദുക്കളായിരുന്നു. അത് നിലക്കൽ സമരമൊക്കെ നടന്ന സമയത്താണ്. അതുകൊണ്ടാണ് UDF ഉണ്ടായത്. അത് കഴിഞ്ഞ് മുസ്ലിങ്ങളെ ഗൾഫിലൊക്കെ പോയി ഒരുപാട് കാശൊക്കെ ഉണ്ടാക്കി അവർ വിസിബിലിറ്റി കൂടി. ക്രിസ്ത്യൻ പയ്യന്മാരൊക്കെ ജോലി കിട്ടി മിടുക്കന്മാരെ അവരെ പുറത്തു പോയി സെറ്റിൽ ചെയ്തു. അപ്പം അവരെ സംബന്ധിച്ചാൽ പുറത്തൊക്കെ ക്രിസ്ത്യൻ രാജ്യങ്ങളാണ്. അപ്പം നോബൽ സൈഡൊക്കെ ഇങ്ങോട്ട് എന്ത് ചെയ്യും, ഓഫർ ചെയ്യും ഭൂമിയൊക്കെ. അവരവിടെയൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്തപ്പോൾ ക്രിസ്ത്യൻസിന്റെ പോപ്പുലേഷൻ കൺട്രോളും ക്രിസ്ത്യൻസ് ആദ്യമായി കൊണ്ടുപോകും. അപ്പോൾ പോപ്പുലേഷൻ കൺട്രോളും ഫലം ഈ ദേശപോയുടെ എണ്ണം കൂടിയിട്ട് ക്രിസ്ത്യാനികളുടെ എണ്ണം ഡ്രാസ്റ്റിക്കായി കുറഞ്ഞു. പക്ഷെ മുസ്ലിങ്ങളുടെ എണ്ണം അതേപോലെ ഡ്രാസ്റ്റിക്കായി കുറഞ്ഞില്ല. കുറയുന്നുണ്ട്, പക്ഷെ ഇതുപോലെ ഡ്രാസ്റ്റിക് അല്ല. അപ്പോൾ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൊളിറ്റിക്കലായ പവർ പതുക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എന്നാണ് അവർ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ സർവീസിലെല്ലാം തന്നെ പണ്ടത്തെ പോലെയല്ല കാക്കായ്മാരെ തോന്നി പോകുന്നു. MLA മന്ത്രിമാരുടെ എണ്ണത് കാക്കാമാരുടെ എണ്ണം കൂടുന്നു, MLA-മാരുടെ എണ്ണത് കൂടുന്നു, കാക്കായ്മയുടെ ഏരിയയിൽ കൂടുതൽ സീറ്റുകൾ കൂടുന്നു. പച്ചക്ക് ഇപ്പം എന്നോടൊക്കെ പറയുമ്പോൾ മയപ്പെടുത്തി പറയും. അതവരുടെ ഒരു ആശങ്കയാണ്. ആ ആശങ്കയെ തീ കത്തിക്കുന്ന രീതിയിലാണ് ഈ ലവ് ജിഹാദ് പോലെയുള്ള പ്രചാരണങ്ങളും ഈ ദുആ കമ്മിറ്റി പോലുള്ള ആളുകൾ ജീസസിന്റെ അമ്മയെ പറ്റിയൊക്കെ വൃത്തിയോട് വിളിച്ചു പറയുന്നത് തിരിച്ചവരും കൊടുക്കുന്നുണ്ട്. സഭാഷ മുന്നേക്കലൊക്കെ കാശേറ്റ് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ഈ ഭയങ്കര ഇസ്ലാമിനെ പറ്റി ആളുകൾക്ക് വലിയ ധാരണ ഒന്നുമില്ലായിരുന്നു. ഇതിന്റെ പോസിറ്റീവും നെഗറ്റീവും. ഇപ്പം നെഗറ്റീവിനെ പറ്റി നല്ല ധാരണ.
പോസിറ്റീവ് ചർച്ച ചെയ്യുന്നു. പോസിറ്റീവ് ചർച്ച ചെയ്യുന്നില്ല. അത് ഇവന്മാരുണ്ടാക്കിയ ദുആ കമ്മിറ്റി ജീസസിനെ പറ്റിയൊക്കെ എന്തൊക്കെയാണ് വന്നത്. അപ്പോൾ ഒരു സക്കീർ നായിക്കൊക്കെ ഉണ്ടല്ലോ, സക്കീർ നായിക്കിനെ പിടിച്ച ആദ്യം സഭാഷ മുന്നേക്കല്ല മുന്നോട്ട് വയ്ക്കണം. ഞാൻ വിചാരിക്കും എന്തെങ്കിലും ഒരു സിനിമമാർ രണ്ടുപേരും ഒന്ന് കണ്ടു, നമുക്ക് ഡിബേറ്റ് കണ്ട് ശരിക്കും ആസ്വദിക്കുകയും രണ്ടുപേരെ ടൈപ്പാ. അപ്പം ഇപ്പം എന്നോട് പറയുന്നത് നിങ്ങൾക്ക് എന്താ സഭാഷ മുന്നേക്കില്ല, അതുപോലെ തന്നെ ഏതാ ആരിഫ് ഹുസൈനോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഡിബേറ്റ്, എനിക്ക് അവരായിട്ട് ഡിബേറ്റ് കൊണ്ട് ആവശ്യമില്ല. അവരോട് ഡിബേറ്റ് കൊണ്ട് ദുആ കമ്മിറ്റിക്കാരാണ്. ഞാനിപ്പോൾ എൻ്റെ മതം മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് നടക്കുന്ന ആളൊന്നുമല്ല. എല്ലാ മതങ്ങളും ശരിയാണ്, എല്ലാതും കുറേ നന്മയുണ്ട്, കുറച്ച് തിന്മയുണ്ട്. സ്ക്രിപ്ചർ വെച്ച് നോക്കുമ്പം ബൈബിൾ ന്യൂ ടെസ്റ്റ്മെൻ്റ് ആണ് നമുക്ക് കുറച്ചുകൂടിയൊക്കെ പെർഫെക്റ്റ് എന്ന് പറയുന്നത് എന്നാണ് എൻ്റെ നിലപാട്. സ്ക്രിപ്ചർ വെച്ച് നോക്കുമ്പോൾ അതിലങ്ങനെ ആരെയും കൊല്ലാൻ പറയുകയോ ഇടിക്കാൻ പറയുകയൊന്നുമില്ല. ആ പാടെ മൂപ്പര് ഒരിക്കലാണ് ചട്ടവാദം എടുത്തത്, അത് മൂപ്പര് ആളുകൾക്കെതിരെ തന്നെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ നിലപാട്. അങ്ങനെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്ത് ഇവർ എൻ്റെ മതം മാത്രമാണ് ശരിയാണ്, മറ്റേ മതം ഭയങ്കര മോശം എന്ന് പറയുന്ന ആളുകൾ ഡിബേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്കില്ല. അതിൻ്റെ ആളുകളുണ്ട് ഇപ്പോൾ ദുആ കമ്മിറ്റി, പിന്നെ വിസ്റ്റം സ്കൂൾ, സാക്കിർ നായിക്, അവരെ മുമ്പിൽ അടിച്ചോട്ടെ, നമ്മളത് പുറത്ത് നിന്ന് കാണും. അപ്പം പറഞ്ഞു വന്നത് ഈ നമ്മൾ ഭവനേശ്വരല്ലേ പറഞ്ഞു വന്നത് നരസിംഹറാവുവിൻ്റെ കാലഘട്ടത്തിൽ. അപ്പം നരസിംഹറാവുവിൻ്റെ കാലഘട്ടത്തിൽ ഈ ഒരു പ്രശ്നം നരസിംഹറാവു ആരായിരുന്നു എന്നുള്ള ചോദ്യമുണ്ട്. പക്ഷെ അദ്ദേഹം ബേസിക്കലി എനിക്ക് തോന്നിയിട്ടുള്ള നമ്മൾ പറഞ്ഞത് അതുമല്ല, ഈ ക്രിസ്ത്യൻസിൻ്റെ ഉള്ളിൽ ഒരു 60% ഹിന്ദു ഉണ്ട് കേരളത്തിലെ കോണ്ടെക്സ്റ്റ് ഞാൻ പറഞ്ഞത്. കാരണം ഹിന്ദു അല്ല RSS ഉണ്ട് കേരളത്തിലെ കോണ്ടെക്സ്റ്റിൽ, അത് സത്യമാണ്. കാരണം ഒരു മുസ്ലിം ശത്രുവിനെതിരെ RSS ഭയങ്കര മുസ്ലിം ശത്രുവാണ് എന്നാണ് അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ സിറിയൻ ക്രിസ്ത്യാനികളാണെങ്കിൽ അവർ വിശ്വസിക്കുന്ന ഒരു ബ്രാഹ്മൺസാണ്. പിന്നെ ബ്രാഹ്മൺസ് RSS ഒരു പ്രശ്നമില്ലല്ലോ. അതാണ് അതിൻ്റെ ഒരു കാര്യം. മുസ്ലിംസിൻ്റെ ഇടയിൽ എനിക്കൊന്ന് മലബാറിലൊക്കെയുള്ള ഞങ്ങളൊക്കെ പോലെ സുന്നി മുസ്ലിംസിൻ്റെ ഇടയിൽ ഇപ്പം എന്നെപ്പോലുള്ള ആളുകളുടെ ഇടയിലൊക്കെ ഒരു 50% RSS ഉണ്ടാവും. കടുത്ത RSS വിരുദ്ധരായ സുന്നികളുടെ ഇടയിൽ പോലും ഒരു 40% RSS ഉണ്ടാവും. ഇതൊരു DNA ആണ്. നമ്മളിപ്പം കുരങ്ങനെ DNA മനുഷ്യൻ്റെ DNA തമ്മിൽ 1% 0.1% വ്യത്യാസമേ ഉള്ളൂ. അതർവൈസ് ബാക്കി എല്ലാ ഘടകങ്ങളും ഒരുപോലെയാണ്, അതുപോലെയാണ്. അപ്പം നമ്മുടെ ഈ ഇസ്രായേലിന് അനുകൂലമായ നിലപാട് ആദ്യമായിട്ട് വരുന്നത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇസ്രായേൽ പക്ഷേ അറബികൾ ഇങ്ങനെ ഈ പണിയെടുത്തുകൊണ്ടിരിക്കും. ഇസ്രായേൽ എന്തായാലും നമ്മൾ അവരെ എതിർക്കുന്നതോടെ അവർ നമ്മളെ സ്നേഹിച്ചുമല്ല, ശൂർപ്പണഖനെ പോലെ വിട്ടുപോവുകയില്ല. ശൂർപ്പണ അങ്ങനെയാണ്, രാമൻ വിട്ട് ലക്ഷ്മണൻ എത്തി, ലക്ഷ്മണൻ വിട്ട് രാമൻ എത്തി, അങ്ങോട്ടും ഇങ്ങോട്ടും. അവസാനം സയ്യട്ടപ്പാണ് വാളൂരി നേരിടേണ്ടി വന്നത്, അതിന് വലിയ യുദ്ധത്തിലായി. അപ്പോൾ ഇസ്രായേൽ ആണെങ്കിൽ നമ്മളങ്ങനെ സ്നേഹിച്ചുമില്ലായിരുന്നു. അപ്പം നമ്മളെ സ്നേഹിക്കുന്ന സമയത്തും നമുക്ക് ഉള്ളിൽ കൂടെ പണിയെടുന്ന അവർ അറബ് രാജ്യങ്ങൾ. ഇപ്പൊ നമ്മളെ സ്നേഹിച്ചു കൊല്ലുന്ന ഇസ്രായേൽ. അപ്പൊ നമ്മളെന്ത് ചെയ്തു? അപ്പൊ സ്വാഭാവികം BJP എടുത്ത നിലപാടിനെ സാധൂകരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറി. പല പൈസ ഈ വിഷയത്തിലൊക്കെ തന്നെ, കശ്മീർ വിഷയത്തിലേക്ക് ഇസ്രായേൽ നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഇസ്രായേലിന് സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് കാർഗിൽ യുദ്ധം ജയിച്ചല്ല, തോറ്റുപോയായിരുന്നു. അത് രാജീവ് ഗാന്ധി അവിടെ കമ്മ്യൂണിസ്റ്റരൊക്കെ വിളിച്ചത് എന്താ, മുങ്ങിയാൽ പൊങ്ങാത്ത കപ്പലും വെടിവെച്ചാൽ വെടി പോകാത്ത ബോഫേസ് തൂക്കുന്നത്. ആ ബോഫേസ് തൂക്കുള്ളതുകൊണ്ടാണ് ഈ പാകിസ്ഥാൻകാർ കയ്യിൽ നിന്ന് മറ്റേ രക്ഷപ്പെട്ടു പോയത്. പിന്നെ രാജീവ് ഗാന്ധി മേടിച്ച മുങ്ങിക്കപ്പലൊക്കെ എപ്പോഴും നമ്മളെ കയ്യിലുള്ളൂ. ഇപ്പോഴാണ് ഹരിന്ദൊക്കെ ഉണ്ടായിക്കൊണ്ടത്. ആ മനുഷ്യനെ അതിനോട് ഏറ്റവും കൂടെ ക്രൂശിച്ചുകൊണ്ടിരുന്നത്. ഗലി ഗലി ചോഹേ, രാജീവ് ഗാന്ധി ചോഹേ. 60 കോടിയിട്ടാണല്ലോ ഇപ്പൊ നടക്കുന്ന അഴിമതി. എത്ര കോടി ഓരോ സംസ്ഥാനങ്ങളൊക്കെ അഴിമതിനെ അണക്കാൻ പറയുന്നില്ല. അപ്പോൾ അതങ്ങനെയാണ്. അപ്പം ഇസ്രായേൽ, ഇസ്രായേലൊക്കെ ഭയങ്കര ബുദ്ധിയാണല്ലോ, അവർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ അവർ കുറച്ച് കഴിയുമ്പോൾ ഇന്ത്യക്ക് ഈ ബഹുമാനെ കൊണ്ട് ഒരു വൈക്കാവുമെന്ന് ബഹുമാനക്ക് തോന്നും. ബഹുമാനക്ക് അറിയാമെന്ന് തോന്നും. അവന്മാർ നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്നു. ആ നെഹ്റുവിൻ്റെ കാലം തൊട്ടേ സഹായിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ പ്രതിഫലമാണ് ഇപ്പോൾ കിട്ടുന്നത്. ഇതിനകത്ത് ഈ 12 ഇറ്റലി, അതുപോലെ ജർമ്മനി, UK, യുക്രൈൻ, ഇന്ത്യക്ക് പുറമെ വിട്ടുനിന്ന രാജ്യങ്ങളാണ്. UK ഉണ്ട്, യുക്രൈനുണ്ട്. യുക്രൈനും വിട്ടുനിന്നിട്ടുണ്ട്. യുക്രൈൻ പൊതുവെ നാറ്റോ രാജ്യങ്ങളെ കൂടെ അല്ലെങ്കിൽ അമേരിക്കക്ക് അനുകൂല നിലപാടെ ഇപ്പോൾ എടുക്കുള്ളൂ. മാത്രമല്ല പലസ്തീൻ വിഷയത്തിൽ റഷ്യയുടെ നിലപാട് അവിടെ ഇവിടെ തൊടാത്ത നിലപാടാണ്. പിന്നെ പൊതുവെ ആന്റി അമേരിക്കൻ ആണല്ലോ റഷ്യ. റഷ്യയിലെ യെൽസിനുള്ള സമയത്ത് അമേരിക്കയ്ക്ക് വലിയ താല്പര്യമായിരുന്നു. പുട്ടിന് ഇവർക്ക് ഇഷ്ടമല്ല. പുട്ടിൻ വേറെ അരിസ്റ്റോക്രാറ്റാണ്, സർ ചക്രവർത്തിയാണ്. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് വലിയ പിടുത്തമില്ല. പുട്ടിൻ്റെ അടുത്ത് നിന്ന് മുട്ടാൻ പറ്റത്തില്ല. അതാണ് ഒരു കാര്യം. പിന്നെ പുട്ടിൻ മറ്റേ ആൾ കള്ളും കുടിച്ച് നടക്കുകയായിരുന്നു. അതെ, യെൽസിൻ മദ്യപാനിയായിരുന്നു. ഇങ്ങനെ ഭയങ്കര ടൈപ്പാണ്. ഇങ്ങനെ വേണമെങ്കിൽ ചെറിയ പിണറായി വിജയനാന്നൊക്കെ പറയും. ഈ പിണറായി വിജയന്റെ ബുദ്ധി ഉടന്നിരിക്കുന്ന കാലത്തിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെയാണ് ഈ പുട്ടിൻ. പിണറായി വിജയൻ ഇല്ലാത്തൊരു കാര്യം കൂടി പുട്ടിനുണ്ട്. പിണറായി വിജയൻ പാർട്ടിയിൽ ഈ പറയുന്ന പോലെ ട്രെയിൻഡാണ്, പാർട്ടി വഴിയാണ് ട്രെയിൻ. പുട്ടിൻ അതല്ല, KGB ട്രെയിൻഡാ. രണ്ടിടത്തിന് ബുദ്ധി ഏതാണ്ട് ഒരുപോലെയാണ്.
ഇപ്പം നമുക്ക് വല്ല കുലുക്കമുണ്ട് ഇത്രയും ഇവിടെ CPI-ക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നത് പ്രതിപക്ഷം പാർട്ടിയുടെ ഉള്ളിൽ പക്ഷെ അങ്ങനെ കൊല്ല കുലുക്കമുണ്ട്. ഇതാണ് അപ്പോൾ എന്തായാലും ഇസ്രായേലിനെതിരെയുള്ള പ്രമേയത്തിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു എന്നുള്ളത് ഇസ്രായേൽ ഞങ്ങൾ കൈവിടില്ല എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ട് തന്നെ അല്ല, അങ്ങനെ അവര് നമ്മളെ സഹായിക്കുന്നു, നമ്മൾ അവരെ സഹായിക്കുന്നു. യുവമാരെ നമുക്കൊണ്ട് വിശ്വസിക്കാനും പറ്റിയല്ല പലസ്തീനെ. പിന്നെ ഇപ്പൊ BJP-യെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള മുസ്ലിംസ് ആണെങ്കിൽ ഇപ്പോഴും മോഡി എത്രയൊക്കെ പണ്ടത്തെ ഗുജറാത്തിൽ അതൊക്കെ സംഭവിച്ചു, അതിലും കൂടുതൽ കോൺഗ്രസ് ആയിരുന്ന സമയത്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ടിപ്പോഴും മോഡി വിരുദ്ധത യോഗി വിരുദ്ധതയും വന്നുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ ബംഗ്ലാദേശില് ഇന്ത്യ വിരുദ്ധ അധികാരം കൈയാളുമ്പോൾ അതിനെ കൈയടിക്കല്ലേ ഇവിടുത്തെ മുസ്ലിംസ് നല്ലൊരു പങ്കും. അപ്പൊ പിന്നെ BJP നിലപാടെടുക്കുന്നതിന് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റും. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.